ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് 2-3 ദിവസം മുമ്പിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ ഇന്ന് അമൃതം പൊടീൻ്റെ പുട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോൾക്ക് അംഗൻവാടിയിൽ നിന്ന് 6 പാക്കറ്റ് അമൃതം പൊടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇതിനെ കൊണ്ട് പുട്ട്, അട ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് പുട്ടാണ് ഇഷ്ടം. ഒരു ദിവസം ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് കാണിച്ചിരുന്നു റെസിപ്പി. അപ്പോൾ ആദ്യം അമൃതം പൊടി ഇതേപോലെ സാധാരണ അരിപ്പൊടിയൊക്കെ വറുത്തെടുക്കുന്നത് പോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇതേപോലെ വറുത്തെടുക്കണം. പൊട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. അല്ലെങ്കിൽ ക്രിസ്പി വരാനാണോ എന്നറിയില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇത് ടീച്ചർ പറഞ്ഞ അംഗൻവാടിയിലെ ടീച്ചർ പറഞ്ഞു തന്നെയാണ് കേട്ടോ ഇങ്ങനെ ആക്കാൻ. ലോ ഫ്ലെയിമിലിടാണ്ട് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്. ലൈക്ക് അടിക്കാൻ എല്ലാവർക്കും മടി. കുറേ കമൻസ് കാണാറുണ്ട്. ഞാനും പറ്റുന്നത് പോലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഈ അമൃതപ്പൊടീൻ്റെ പുട്ടിന് ചൂടോടെ കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ചൂടാറിയാലും നമുക്കെന്താ ഒരു മടുപ്പ് വരും. കുറച്ച് കഴിക്കുമ്പം തന്നെ വേണ്ടാന്ന് തോന്നിപ്പം. ചൂടോടെ പഴവും കുറച്ച് പഞ്ചസാര ചേർക്കണമെന്നില്ല. ഇത് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് കഴിക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും ചൂടോടെ കഴിക്കാനേ. അടയും ഒക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സാധാരണ പുട്ടൊക്കെ കുഴക്കുന്നത് പോലെ പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി കുഴച്ച് വെച്ച അമൃതം പൊടി സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയും അമൃതം പൊടിയും മിക്സാക്കിയിട്ട് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇതിൽ കാക്കേൻ്റെ സൗണ്ട് വല്ലാണ്ടുണ്ട് എന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ, എല്ലാ വീഡിയോയിലും കാക്കേൻ്റെ സൗണ്ട് ഉണ്ടാവും. ഞാൻ ഈ ഒരു ടൈമിൽ ഉച്ചയ്ക്ക് വോയിസ് കൊടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. രാവിലെ ഒന്നും ടൈം കിട്ടുന്നില്ല. പിന്നെ മഴയൊക്കെ തുടങ്ങിയോ നിങ്ങളെ നാട്ടിലൊക്കെ? എങ്ങനെയുണ്ട് കാലാവസ്ഥ? ചൂടൊക്കെ മാറിയോ? തണുപ്പൊക്കെ ആയോ? ഇവിടെ വലിയ മഴ തുടങ്ങിയിട്ടില്ല. തലശ്ശേരി ഭാഗത്ത് ചെറിയ തോതിൽ മഴയുള്ളൂ. അപ്പോൾ പുട്ടിനൊക്കെ ആവി വന്നിട്ടുണ്ട് ചെറുങ്ങനെ. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പുട്ട്. നല്ല ആവി പറക്കുന്ന പുട്ടാണ്. അപ്പോൾ ഞാൻ വേഗം 2 പഴവും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അലക്കുന്ന പരിപാടിയൊന്നും ഞാൻ ഇപ്രാവശ്യം കാണിക്കുന്നില്ല. വീട്ടിൻ്റെ മുറ്റത്തുള്ള മുരിങ്ങ മരം പൊട്ടി വീണിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ചക്കക്കുരു മുരിങ്ങ ഇലയിട്ടിട്ടും, മുരിങ്ങ നമ്മൾ ചപ്പ് എന്ന് പറയുക തലശ്ശേരിയിൽ, മുരിങ്ങ ചപ്പ് ഇട്ടിട്ടുള്ള കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ വേഗം അത് പൊട്ടിച്ചെടുക്കാനാണ് ഞാൻ പോയത്. ഒരിക്കൽ കഴിഞ്ഞ വർഷം ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ മുരിങ്ങയില പൊട്ടിക്കുന്നതിൽ ഒരു വീഡിയോ എടുത്തിരുന്നു. എല്ലാവരും പറഞ്ഞിരുന്നു എന്നോട്, പാമ്പ് കടിക്കണ്ട നിമ്മി ശ്രദ്ധിച്ച് ചെയ്യുന്നു. ആ മരമാണ് ഇപ്പം പൊട്ടിപ്പോയത്. എല്ലാം പൊട്ടിയിട്ടില്ല, ഒരു കൊമ്പ് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിനി വരും ദിവസങ്ങളിൽ ഇത് തന്നെയായിരിക്കും മുരിങ്ങ വറവ്, മുരിങ്ങക്കറി. കായച്ചിട്ടില്ല, മുരിങ്ങക്കായ് കായച്ചിട്ടില്ല, ഇലയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അടുത്ത വീട്ടിലുള്ള ചേച്ചിയും കൂടിയിട്ട് അതെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വലിയ പണി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നുള്ളി ഇടൽ എന്നാണ്. വല്ലാത്ത പണിയാണ്, ചൊറ പിടിച്ച പണിയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചക്ക കട്ട് ചെയ്യുമ്പം പറഞ്ഞു. അതുപോലെ തന്നെയുള്ള പണിയാണ് ഇതും. പക്ഷേ മുരിങ്ങ ഇല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വറവാക്കിയാലും കറി വെച്ചാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അത് നുള്ളി എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ, കഴിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ കഴിക്കുമത്ത്. മോൾക്കും ഇഷ്ടമാണ് മുരിങ്ങയിലേൻ്റെ കറിയൊക്കെ. വെറും ഞാൻ പറഞ്ഞല്ലോ അവൾ ഭക്ഷണം കഴിക്കൽ കുറവാണ്, പക്ഷേ ഈ കറികളൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി കളിക്കുന്ന ശീലമാണ്. അപ്പോൾ അവൾക്ക് ഈ കറി ഇഷ്ടമാണ്, ഇലക്കറികളൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ വേഗം ഞാനിത് നുള്ളി എടുത്തിട്ട് കാണിച്ചു തരാം ബാക്കി, അല്ലെങ്കിൽ ലോങ് വീഡിയോ മൊത്തം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കളയും. അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് മനസ്സിലാവും ആരെല്ലാം കാണുന്നുണ്ട്, ആരെല്ലാം ചുമ്മാ മെസ്സേജ് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ. അപ്പോൾ മുരിങ്ങയിലയിൽ ഞാൻ ചക്കക്കുരു ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. ചിലപ്പോൾ ഇവിടെ പരിപ്പിട്ടിട്ട് വെക്കും, ചിലപ്പോൾ ചക്കക്കുരു ഇട്ടിട്ട് വെക്കും, എല്ലാ രീതിയിലും വെക്കാറുണ്ട്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ തോലൊക്കെ അമ്മ കളഞ്ഞ് തന്നിട്ടുണ്ട്. ഈ മുരിങ്ങ ഞാൻ ഇല നുള്ളിയെടുക്കുന്ന സമയം കൊണ്ട് എല്ലാത്തിനും കൂടി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മോള് സമ്മതിക്കില്ല. അവളിപ്പം തന്നെ അവിടെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനുള്ള ഡോളൊക്കെ അവളെ കളിസാധനം എല്ലാം അടുക്കളയിൽ വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അവളെന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ വേഗം ഈ ആദ്യം ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ, പിന്നെയാണ് മുരിങ്ങയിലിടുക. അപ്പോൾ കണ്ടോ കളിക്കുന്നതാണ്ടോ ആള്. ഉള്ള കുറച്ച് ഡോളൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആരെ വേണം, വികലാംഗനെ വേണോ, കൈയില്ലാത്തവനെ വേണോ, കണ്ണില്ലാത്തവനെ വേണോ, നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. അപ്പോൾ ചക്കക്കുരു വേഗം വേവിച്ചെടുക്കണം. അതിന് ചക്കക്കുരു കുക്കറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ വേവിച്ചെടുക്കുക. പലരും പറയുന്നതൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് പൈസ കിട്ടുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഈ പണ്ടാരം വീഡിയോ എടുക്കാൻ തന്നെ വലിയ പണിയാണ്. ആംഗിളൊക്കെ നോക്കി ക്യാമറ വെക്കണം, അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കണം, അവർ സമ്മതിക്കില്ല, ട്രൈപോഡ് പിടിച്ച് വരിക്കും. ഇപ്പം ഞാൻ ഇവളെ അടക്കി വെച്ചത് കയ്യിൽ എന്തോ സ്നാക്ക് കൊടുത്തിട്ടാണ്, അതാണ് ഭയങ്കര ചിരി. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എയറൊക്കെ പോക്കിയിട്ട് ഇനിയിപ്പോൾ ഈ ചക്കക്കുരു ഒന്ന് നന്നായി സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ തേങ്ങ അരക്കുന്നതിൽ മഞ്ഞൾ പൊടി, മുളക് പൊടി, ജീരകം ഇത് 3ആണ് ചേർത്തത്. അപ്പോൾ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരപ്പ് തിളച്ച് വരുന്ന സമയത്താണ് മുരിങ്ങയില അതിലേക്ക് ചേർക്കുക. കാരണം മുരിങ്ങയിലൊക്കെ അധികം വേവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തിളച്ച് വരുമ്പം തന്നെ അതങ്ങ് കുക്കായിക്കോളും. അതുകൊണ്ട് അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. മുരിങ്ങയില ചേർത്ത് കഴിഞ്ഞാൽ കറിയൊന്ന് നന്നായി കുറുകി വരുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് കടുകിലും വറ്റൽമുളകിലും ഒന്ന് താളിച്ചെടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുന്നതൊന്നും എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. എനിക്കും മോൾക്കും മാത്രമാണ്. എൻ്റെ കൂടെ പഠിച്ച രണ്ടാളും കൂടെ പഠിച്ചാണ്, 2 ട്വിൻസാണ്. അവരെ ബ്രദറിൻ്റെ കല്യാണം തലേന്നാണ് പോകുന്നത്. ആദ്യം പോവണ്ടെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ വേറൊരു ഫ്രണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കാർ എടുത്തിട്ട് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോളെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. മഴയൊക്കെ അല്ലേ, പുറത്ത് പോകാൻ ഭയങ്കര മടിയാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ അമ്മേൻ്റോട് ഞാനിങ്ങനെ പറയും, വീഡിയോ എടുത്തോളൂ, ഞാൻ അവരെയൊക്കെ വീഡിയോ എടുക്കും, എല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്നു. പക്ഷേ എന്തായി, പട്ടി ചന്തക്ക് പോയ പോലെ ആയിപ്പോയി എൻ്റെ വീഡിയോ. അവിടെ എത്തപ്പോൾ എന്താ പറ്റിയെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ മോള് അമ്മമ്മ വീഡിയോ എടുക്കുന്നതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. രണ്ടാളോട് അമ്മ ക്യാമറാമാനായതുകൊണ്ട് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് ഇടക്കിടക്ക് ചിരിക്കൂ, ഇങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. നടന്നു പോകുമ്പോൾ അതിൻ്റെ വഴി കൂടെ പൂവെടുക്കുന്നുണ്ട്. വീട്ടിൻ്റെ മുമ്പിൽ കുറേ അരിപ്പൂ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൂവെടുക്കുന്നുണ്ട് അതിൻ്റെ മുമ്പ്. അപ്പോൾ അവിടെ നിന്നിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വേറെ ഈങ്ങൽപ്പടി ബസ് സ്റ്റോപ്പിൽ കാത്തിക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ 2 ഫ്രണ്ട്സ് വേറെയുണ്ട്, കാറിൽ കൂട്ടാമെന്നാണ് പറഞ്ഞത്.
അപ്പം ഞാൻ അവരോട് എൻ്റെ ചാനലിനെ പറ്റിയിട്ടെല്ലാം പറയുന്നുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ. അപ്പോൾ അവർ പറയാം, നീ വീഡിയോ എടുക്കാനായിട്ടാണോ ഇന്ന് വന്നതെന്ന് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന്. അപ്പോൾ കല്യാണം വിളിച്ച രണ്ടാളെ എനിക്കിതിൽ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ എത്തുമ്പോഴേക്കും അവർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പുടവയും കൊണ്ട് പോകേണ്ട തിരക്കായിരുന്നു. കണ്ടിരുന്നു, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കേണ്ട സമയമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇവർ മൂന്നാളല്ലാണ്ട് വേറൊരു 2 ആൾ കൂടി ഉണ്ട് ഫോട്ടത്തിൽ. അവരാണ് ട്വിൻസ്. എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഫോട്ടോയിൽ ഒരേപോലത്തെ ഡ്രസ്സ് ഇടുന്ന 2 ആളാണ് ട്വിൻസ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവരെന്തെല്ലോ കമൻട്രി പുറത്തുനിന്ന് പറയുന്നുണ്ട്, നീ യൂട്യൂബറോ, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ, അങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേർക്കിരിക്കി എന്തായാലും നിങ്ങളെ ഫേസൊക്കെ ഞാൻ എന്തായാലും ചാനലിൽ കാണിക്കും, വോയിസ് ഒന്നും കാണിക്കില്ല. അപ്പോൾ ചെക്കന് ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഇത്രയേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് 2 ഫോട്ടോ എടുത്തിരുന്നു. ഇതാണ് പറയുന്ന മക്കളെ, പട്ടി ചന്തക്ക് പോയ പോലെയായി ഇന്നത്തെ വീഡിയോ എന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരെയും കണ്ടുകൊണ്ട് ഞാൻ ഹാപ്പിയായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.